സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. നടൻ ശ്രീനിവാസൻ്റെ വീടായ എറണാകുളം ഉദയംപേരൂരിന് സമീപം കണ്ടനാട്ടെ പാലാഴി എന്ന വീടിൻ്റെ വളപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. നേരത്തെ നിരവധി പേരാണ് ഭൗതികദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കിയതിനു ശേഷമാണിപ്പോൾ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ, അവസാനഘട്ട ചടങ്ങുകൾ അത് നടക്കുന്നത്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഭാര്യ വിമല അവസാനമായി അന്ത്യചുംബനം നൽകുകയാണ് നടൻ ശ്രീനിവാസൻ്റെ മൃതദേഹത്തിൽ. മക്കൾ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരും രാഷ്ട്രീയ, സാമൂഹ്യ, സിനിമ മേഖലകളിലുള്ളവരൊക്കെ, ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ളവർ ഇപ്പോൾ അവിടെ അവസാനമായി പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നു. അന്ത്യയാത്രയ്ക്കുള്ള അവസാനഘട്ട ചടങ്ങുകളാണിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നിന്നും എസ് വിജയകുമാർ ചേരുകയാണ്. വിജയകുമാർ, പറയൂ. ദിലീപ് കുമാർ, പ്രിയപ്പെട്ടവരുടെ അശ്രുപൂജകൾ ഏറ്റുവാങ്ങി ശ്രീനിവാസൻ മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം ചിതയിലേക്ക് മാറ്റും. എല്ലാ ആചാരപരമായ കർമ്മങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്പസമയം മുമ്പ് വീണ്ടും ശാന്തി മന്ത്രം എല്ലാവരും ചേർന്ന് അവിടെ ചൊല്ലി. ഗുരുവിൻ്റെ ദൈവദശകവും വീണ്ടും ആ പന്തലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ചേർന്ന് ഏറ്റുചൊല്ലി. ഇനി സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ചിതയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായുള്ള കാര്യങ്ങളാണ് അവിടെ പുരോഗമിക്കുന്ന. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. വിനീത് ശ്രീനിവാസൻ അന്ത്യകർമ്മങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ചെറുമക്കളെയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരൊക്കെ പുഷ്പ അർച്ചന നടത്തുകയാണ്. ഇനി മൃതദേഹം അല്പസമയത്തിനകം ചിതയിലേക്ക് മാറ്റും. ചിതയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഉള്ള എല്ലാ ആചാരപരമായ കർമ്മങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. സംസ്കാര ചടങ്ങുകൾ 11 മണിക്കെങ്കിലും പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ചടങ്ങുകൾ ബാക്കിയാണ്. ഇനിയിപ്പോൾ ചിതയിലേക്ക് മാറ്റുമ്പോൾ അവിടെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. തുടക്കത്തിൽ വീടിനകത്ത് വെച്ച് ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഔദ്യോഗിക ബഹുമതികളുടെ. അതിൻ്റെ രണ്ടാം ഘട്ടം, അതിൻ്റെ അവസാന ഘട്ടം ചിതയിൽ മൃതദേഹം വയ്ക്കുന്ന, ഭൗതിക ശരീരം ചിതയിൽ വയ്ക്കുന്ന സമയത്താണുള്ളത്. അതിന് സേനാംഗങ്ങൾ അവിടെ തയ്യാറായി കാത്തു നിൽക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അതിന് ഒരു വഴി ഒരുക്കുകയാണ്. അവിടെ വലിയ ആൾക്കൂട്ടമാണ് വീടിൻ്റെ ഉമ്മറത്തുള്ളത്, മുൻഭാഗത്തുള്ളത്. അവരെയൊക്കെ ഇരുവശങ്ങളിലേക്ക് മാറ്റി ഭൗതിക ശരീരം ചിതയിലേക്ക് മാറ്റാൻ വേണ്ടി തയ്യാറെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.